ഹായ് ഓൾ. നമ്മൾ അഞ്ചാമത്തെ ലെസണിലെ മൂന്നാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്യണത്. അപ്പം മുമ്പ് നമ്മൾ 4 ഏരിയകൾ ചർച്ച ചെയ്തു. ആ ഏരിയകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളും അതിന്റെ അനലൈസിങ്ങും നടത്തി കഴിഞ്ഞു. ഇനി അടുത്തൊരു ആക്ടിവിറ്റി ഉണ്ട്, 12ാമത്തെ ആക്ടിവിറ്റി. ഇവിടെ സെന്റൻസുകൾ ഉണ്ട്. ഈ സെന്റൻസുകൾ ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ നിയമവശങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അസൂഖു കരീബു മേൽ മദ്രസത്തി. അസൂഖു കരീബു മിൽ മദ്രസത്തി. അങ്ങാടി എന്നുള്ളത് കരീബുൻ മിൽ മദ്രസയോട് വളരെ അടുത്താണ്. അൽ ബുസ്താനു ജമീലത്തുൻ. അൽ ബുസ്താനു ജമീലത്തുൻ. ഇവിടെ ശരിക്കും നമ്മൾ ഈ മുഅന്നസ് മുദക്കർ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അസൂഖു കരീബുൻ മിൽ മദ്രസത്തി കുഴപ്പമില്ല, ഓക്കെയാണ്. അൽ ബുസ്താനും ജമീലും, ശരിക്കും ബുസ്താൻ എന്നുള്ളത് അറബി ഭാഷയിൽ മുദക്കറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജമീലത്തുൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അൽ ബുസ്താനും ജമീലുൻ എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാവും. അപ്പൊ ഇത് തെറ്റാണ്. പിന്നെ ബൈത്തു സൈദിൻ നളീഫുൻ. സൈദിന്റെ വീട് വൃത്തിയുള്ളതാണ്. അത് ശരിയാണ്. ഉസ്താദുൽ മദ്രസത്തെ സ്വാലിഹുൻ. ഉസ്താദ് മുദക്കർ ആയതുകൊണ്ട് അവിടെ മുബത്തത് എങ്ങനെയാണോ അതുപോലെയാണ് ഖബർ ആകേണ്ടത് എന്നാണ്. അപ്പൊ നമ്മുടെ മുബത്തത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒന്നാമത്തെ സൂക്കാണ്, അപ്പൊ കരീബുൻ ഓക്കെ ആണോ നോക്കാം. ബുസ്താന് മുദക്കറാണ്, അപ്പൊ മീലത്തുൻ എന്ന് പറഞ്ഞ് തെറ്റാണ്. അവൻ ബൈത്ത് മുദക്കറാണോ, അപ്പൊ നദീഫുൻ ഓക്കെ ആണോ നോക്കാം. ഉസ്താദ് മുദക്കറാണ്, സ്വാലിഹുൻ ഓക്കെയാണ്. കലമ് മുദക്കറാണ്, അപ്പൊ റഹീസുൻ ഓക്കെയാണ്, അല്ലെ. റയീസുൽ കൗമി ഷഫീഖുൻ. ഒരു സൊസൈറ്റിയുടെ ലീഡർ വാത്സല്യമുള്ളവനാണ്. അപ്പൊ റയീസ് എന്ന് പറയുമ്പോൾ അത് മുദക്കറാണ്, ഷഫീഖുൻ ഓക്കെയാണ്. പിന്നെ മൻ ഹുവ ഖായിമുൻ അൽ ബാബി. ആരാണ് വീടിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ എന്ന് ഇവിടെ ചോദിക്കുന്നു. മൻ ഹുവ ഖായിമുൻ അൽ ബാബി. ആരാണ് വാതിലിന്റെ മുമ്പ് നിൽക്കുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ ശരിക്ക് ഹുവ ഖായിമുൻ എന്നുള്ള ഉള്ളിൽ ഒരു മുബ്തദയും ഖബറും ഉണ്ട്. ഹുവ അവൻ, ഖായിമുൻ നിൽക്കുന്നവനാണ്. അപ്പൊ അവിടെ ഹുവ എന്നുള്ള മുബ്തദയാണ്, ഖായിമുൻ ഖബറാണ്. ജുംല ശരിയാണ്. ഹിയ മുസ്ലിമാത്തുൻ. അവര്. ഹിയ മുസ്ലിമാത്തുൻ. അത് തെറ്റാണ്. കാരണം ഹിയ എന്ന് പറഞ്ഞത് ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രം പറയുന്ന സാധനമാണ്, അല്ലെ. ഹിയ മുസ്ലിമത്തുൻ എന്നാണ് പറയേണ്ടത്, ശരിയല്ലേ. പിന്നെ അവിടെ ജാലിസൂന എന്നുണ്ട്. ജാലിസൂന ഫിൽ മുസ്തഷ്ഫ. ജാലിസൂന എന്ന് പറഞ്ഞത് മുദക്കറായി, ഇവിടെ മുസ്ലിമാത്ത് പറഞ്ഞ മുഅന്നസായി. അപ്പൊ ഒരു നിലക്കും ബന്ധമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ എട്ടാമത്തുള്ളത്. ഓക്കെ, അപ്പൊ ഈ ആക്ടിവിറ്റീസ് ആണ്, ഈ ആക്ടിവിറ്റീസ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ, മുദക്കറും മുഅന്നസിന്റെ ബന്ധവും അതേപോലെ മൂത്ത ഖബറിന്റെ ബന്ധവും പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏറെക്കുറെ ഓക്കെ എന്ന് മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ അടുത്തൊരു ഇതുള്ളത്, നീച്ചെ ലിഖെ ഗए अल्फाज के सामने लेकर लेकर खींच कर मुनासिब पैदा कीजिए. എന്നുവെച്ചാൽ ചേരുംപടി ചേർക്കാനാണ് പൊതുവെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ സെറ്റിൽ കുറച്ച് പദങ്ങളുണ്ട്, രണ്ടാമത്തെ സെറ്റിലും കുറച്ച് പദങ്ങളുണ്ട്. ഒന്നാമത്തെ ആദ്യ കോളത്തിൽ മൊത്തം മുത്തതയാണ്, രണ്ടാമത്തെ കോളത്തിൽ എല്ലായിടത്തും ഖബറാണ്. അപ്പൊ ഈ ആശയപരമായി ഈ മുത്തതയെയും ഖബറിനെയും ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അസമക്കു മത്സ്യം. ഞാൻ ആദ്യം അർത്ഥം പറയാം. അസമുക്ക് മത്സ്യം, തോയർ പക്ഷി, അസദ് സിംഹം, താജിർ കർഷകൻ, കച്ചവടക്കാരൻ, സാരിക്ക് കള്ളൻ, ത്വാലിബ് വിദ്യാർത്ഥി, അൽ ഖിത്തത്തു പൂച്ച, തൊബീബ് ഡോക്ടർ. ഇവിടെ അല ഷജരി മരത്തിന് മുകളിലാണ്, ഫിൽ സൂഖി അങ്ങാടിയിലാണ്, ഫിൽ മദ്രസത്തി കോളേജിലാണ്, ഫിൽ ബഹരി സമുദ്രത്തിലാണ്, ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലാണ്, ഫിൽ ഗാബത്തി കാട്ടിലാണ്, ഫിൽ സിജനി ജയിലിലാണ്, ഫിൽ ബൈത്തി വീട്ടിലാണ്. അപ്പൊ പറയൂ, ആ സമക്കു മത്സ്യം. മത്സ്യങ്ങൾ പൊതുവെ എവിടെ ഉണ്ടാവാറുള്ളത്? കടലിലാണ്, അല്ലെ. അൽ സമക്കു ഫിൽ ബഹരി നാലാമത്തതാണ്, ആ സമക്കു ഫിൽ ബഹരി. പിന്നെ തോയൊരു പക്ഷി പൊതുവെ എവിടെ ഉണ്ടാവാറുള്ളത്? അല ഷജരി ആണ്, അല്ലെ. മരത്തിന് മുകളിലാണല്ലോ, അല്ലെ. അപ്പൊ ഇവിടെ ആ തോയറു അല ഷജരി. പിന്നെ അടുത്തത് അൽ അസദു സിംഹം. സിംഹം പൊതുവെ എവിടെ ഉണ്ടാവാറുള്ളത്? കാട്ടിലാണ്. അസദു ഫിൽ ഗാബത്തി എന്നാണ്. അത്താജിറു കച്ചവടക്കാരൻ പൊതുവെ ഉണ്ടാവാറുള്ളത് ഫിസൂക്കി മാർക്കറ്റിലാണ്, അങ്ങാടിയിലാണല്ലേ. അത്താജിറു ഫിസൂക്കി. പിന്നെ അടുത്ത ഒന്ന്, അസാരിക്കോ കള്ളന്മാര് പൊതുവെ ജയിലിലാണ്, അല്ലെ. അസാരിക്കോ ഫിസിജിനി ജയിൽ. അത്വാലിബു വിദ്യാർത്ഥികൾ പൊതുവെ മദ്രസകളിലാണ് ഉണ്ടാവാറുള്ളത്. അത്വാലിബു ഫിൽ മദ്രസത്തി. അൽ ഖിത്തത്തു പൂച്ച പൊതുവെ ഉണ്ടാവാറുള്ളത് വീട്ടിലാണ്, അല്ലെ. അൽ ഖിത്തത്തു ഫിൽ ബൈത്തി. പിന്നെ അത്തബീബ് ഡോക്ടർ, ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇതാണ് ഈ ഇത് മൂത്തയും ഖബറും പഠിക്കാനുള്ള മറ്റൊരു ആക്ടിവിറ്റി ആയിരുന്നു.
പിന്നെ മറ്റൊരു ആക്ടിവിറ്റി ഉള്ളത് ഇതിന്റെ അർത്ഥം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്. അൽമാ ഉൽ ബാരിദ് എന്ന് പറഞ്ഞാൽ കോൾഡ് വാട്ടർ, തണുത്ത വെള്ളത്തിനാണ് അൽമാ ഉൽ ബാരിദ് എന്ന് പറയാ. അൽ ഖിറദ് എന്ന് പറഞ്ഞാൽ കുരങ്ങനാണ്. അസമക്കു മത്സ്യം, അൽ ലഹമു ഇറച്ചി, കലമുൽ ഹിബിരി എന്ന് പറഞ്ഞാല് ഇങ്ക് പെൻ, മാ ഉൽ ബഹരി സമുദ്രത്തിലെ വെള്ളം ജലം, നലീഫ് വൃത്തിയുള്ളത്, അൽ ഫാക്കിഹത്തു ഫ്രൂട്ട്, അൽ ഖിത്താർ ട്രെയിൻ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പ്രധാനപ്പെട്ട പദങ്ങളുടെ അർത്ഥം പഠിക്കാനുള്ള ഒരു എക്സസൈസ് ആയിരുന്നു ഇത്. ഇനി അവസാനത്തെ ഒരു എക്സസൈസ് ഉണ്ട്, ഇതിന്റെ അർത്ഥം പറയാനുള്ള എക്സസൈസ് തന്നെയാണ്. അൽ ഫറസു, അൽ ഫറസ് എന്ന് പറഞ്ഞാല് കുതിരക്കാണ് ഫറസ് എന്ന് പറയാം. അത്വായിറത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലെയിൻ ആണ് അത്വായിറത്ത് എന്ന് പറയാ. മക്തബുൽ ബരീദ് എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഓഫീസിനാണ് മക്തബുൽ ബരീദ് എന്ന് പറയാ. പിന്നെ ലൊബത്ത് എന്ന് പറഞ്ഞാല് കളിക്കുന്ന വസ്ത്രം, കളിക്കുന്ന ഉപകരണം, പ്ലെയിൻ ടൂളിനാണ് ലോബത്ത് എന്ന് പറയാ, കളിപ്പാട്ടങ്ങൾക്കാണ്. പിന്നെ ആ റസീഫ് എന്ന് പറഞ്ഞാല് പ്ലാറ്റ്ഫോറത്തിനാണ്, പ്ലാറ്റ്ഫോറം അല്ല റസീഫ്. പിന്നെ ജദീദ് എന്ന് പറഞ്ഞാല് പുതിയ എന്നർത്ഥം. അൽ മഹത്തത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ, അത് മഹത്തത്തുൽ ഖിത്താർ ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആവും, മഹത്തത്തുൽ മത്താർ ആവുമ്പോൾ എയർപോർട്ട് ആവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അൽ മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ടാണ്. പിന്നെ ഉൽബത്ത് എന്ന് പറഞ്ഞാല് ഡബ്ബയാണ്, ഡബ്ബ. പിന്നെ ഇഷാറത്ത് എന്ന് പറഞ്ഞാല് സൂചനകളാണ്, സിംബൽസുകളാണ് ഇഷാറത്തോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ളത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ഈ ഇതിലെ ആക്ടിവിറ്റീസിൽ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ പൊതുവെ പറഞ്ഞത് 5 പോയിന്റുകളാണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് എന്താണ് മാരിഫ നക്കിറ എന്ന് പറഞ്ഞു. ഈ മാരിഫ നക്കിറയാകുമ്പോൾ മാരിഫ നക്കിറ എന്താണെന്ന് പറഞ്ഞു. പിന്നെ മാരിഫ നക്കിറയാകാനുള്ള കാരണങ്ങൾ, 4 കാരണങ്ങൾ വന്നാലും മാരിഫയാണെന്ന് മനസ്സിലാക്കണം. ഇസ്മുലമോ ഇസ്മുൽ അമീറോ. ഇസ്മുൽ അമീർ പറഞ്ഞ സമയത്ത് 14 അമീറുകളെ പരിചയപ്പെടുത്തി. പിന്നെ ഇസ്മുൽ ഇഷാറ പറഞ്ഞു, ഇസ്മുൽ ഇഷാറയുടെയും 14 ഇസ്മുൽ ഇഷാറ പരിചയപ്പെട്ടു. പിന്നെ 12 ഇസ്മുൽ ഇഷാറകൾ പരിചയപ്പെട്ടു. പിന്നെ അടുത്തത് അല്ല് വന്നല്ലോ. അപ്പൊ ഈ 4 കാരണങ്ങൾ വന്നാലും മാരിഫയാണ്, അല്ലാത്ത അവസരത്തിലൊക്കെ നെക്കിറാണെന്ന് പറഞ്ഞു. പിന്നെ മുഅന്നസ് മുദക്കറിനെ കുറിച്ച് പറഞ്ഞു. മുഅന്നസ് ആകാനുള്ള കുറച്ച് കാരണങ്ങൾ പറഞ്ഞു അല്ലെ. അലിഫ് ഹംസ് ആഗ് വരിക, പിന്നെ അവസാനം ഈ സുഹറ പോലെയുള്ള വസനിൽ വരിക, പിന്നെ പ്രത്യേക സ്ഥലങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ആദ്യമേ കൊടുക്കപ്പെട്ട പേരുകളൊക്കെ ആകുമ്പോൾ അവയവങ്ങളുടെ പേര് തുടങ്ങിയതൊക്കെ വരുമ്പോൾ മുഅന്നസ് ആണ്. മുഅന്നസിന് 2 രീതിയിലുണ്ട്, മുഅന്നസ് ഹഖീഖി ഉണ്ട്, മജാസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വാഹിദ് തസ്നിയ ജമ്മിന്റെ 3 ഇനങ്ങൾ പരിചയപ്പെട്ടു. സ്ട്രക്ചർ മൊത്തം മാറാണെങ്കിൽ ജമ്മു തക്സീർ, വാവും നൂനും കൊടുത്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ജമ്മു മുദക്കർ സാലിമാണ്, അലിഫും താവും കൊടുത്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജമ്മു മുഅന്നസ് സാലിം എന്നാണ് പരിചയപ്പെട്ടു. പിന്നെ മുബ്തദ ഖബറാണ്, ആദ്യം വരുന്നത് മുബ്തദ, രണ്ടാമത് പറയുന്നത് ഖബർ. അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാഠത്തിൽ നിന്ന് പൊതുവെ നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ മനസ്സിലാകണം എന്നാണ് ഈ പാഠത്തിന്റെ ലക്ഷ്യം. അത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് ഈ ചാപ്റ്റർ, ഇസ്മിനെ കുറിച്ചുള്ള ഗഹനമായ ചർച്ചകൾ നടത്തിയ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ശുക്രൻ, ജസാക്കുമുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.